അയ്യോ മുതലാളി എന്റെ കഥ. ബസുമതി നീ പോയി ചട്ടി കഴുകു. പ്രിയപ്പെട്ട ഏട്ടായിക്ക് നമ്മുടെ പ്രേമ ഈ വീട്ടിൽ പിടിച്ചു. എനിക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല. എനിക്ക് ഏട്ടായുടെ വീട്ടിൽ നിന്നാൽ മതി. രജിസ്റ്റർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബാബുവേട്ടൻ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. ഏട്ടായി ബാബുവേട്ടനെ പോയി കാണണം. നമ്മുടെ രജിസ്റ്റർ മാരേജ് നടത്താൻ ബാബുവേട്ടൻ നമ്മളെ സഹായിക്കും. ഏട്ടായി ഇന്ന് തന്നെ ബാബുവേട്ടനെ പോയി കാണണം. വസുമതി എൻ്റെ മുറപ്പെണ്ണാണ്. പക്ഷേ അവളെൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. അതുകൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. വസുമതിക്ക് ഇത്ര ലോക്കൽ റിലേറ്റീവാ? അതെങ്ങനെ ശരിയാവും? ലോക്കലോ? ഞാനോ? ഞാൻ രജിസ്റ്റർ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. പിന്നെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും? ബസുമതിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ? എൻ്റെ പൊന്നു ബാബുവേട്ട ഞങ്ങളെ അറിഞ്ഞൊന്ന് സഹായിക്കണം. ഇതിന് കൂടെ ഒന്ന് നിൽക്കണം. അയ്യോ ബ്രോ, ഇയാൾ വർത്തമാനം കേട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ രജിസ്ട്രാർ ഒരു കിളിപോയ തള്ളയാണ്. എട്ടം പോലെ നോക്കാതെ പേപ്പർ ഞാൻ ശരിയാക്കി തരാം. പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തേക്ക്. നാളെ തന്നെ വേണോ? അറേഞ്ച്മെന്റ് വേണ്ടേ? ആ തള്ളയ്ക്ക് എപ്പോഴാണ് കിളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് രജിസ്റ്ററിൽ ഒരു ഒപ്പിട്ടാൽ കാര്യം സാധിക്കും. എന്ത് പറയണം?